നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. റാഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് അംബാനിയുടെ ഫ്രാൻസിലെ റിലയൻസ് കമ്പനിക്ക് നികുതി കുറച്ചതെന്ന കോൺഗ്രസിന്റെ വാദത്തെ തള്ളി ഫ്രഞ്ച് എംബസി തന്നെ രംഗത്ത് വന്നു. റിലയൻസ് നികുതി ഇളവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെട്ടിട്ടില്ലെന്നും എല്ലാവിധത്തിലുള്ള ചട്ടങ്ങളും നിയമാനുസൃത നടപടികളും സ്വീകരിച്ചു മാത്രമാണ് റിലയൻസുമായുള്ള ഡീലിംഗ് നടത്തിയതെന്നും ഫ്രഞ്ച് എംബസി പറയുന്നു. ഫ്രാൻസിലെ റിലയൻസ് കമ്പനിക്ക് പ്രധാനമന്ത്രിയുടെ ഇടപെടൽ മൂലമാണ് 143 കോടി രൂപ ഇളവ് നൽകിയതെന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചത്. മാത്രമല്ല, നികുതി ഇളവ് നൽകിയത് മോദിയുടെയും അനിൽ അംബാനിയുടെയും മുതലാളിത്ത ചങ്ങാത്തം എത്രമാത്രം ശക്തമാക്കുന്നുവെന്ന് തെളിയിക്കുന്നതാണെന്നും കോൺഗ്രസ് പറഞ്ഞിരുന്നു. UPA സർക്കാരിന്റെ കാലത്ത് കരാർ റദ്ദാക്കിയ മോദി അനിൽ അംബാനിയെ മുതലാളിത്ത കസേരയിൽ പിടിച്ചിരുത്തിയെന്നും കോൺഗ്രസ് നേതാവ് രൺദീപ് സുർജേവാല ആരോപിച്ചിരുന്നു. എന്നാൽ ഇതിനെയൊക്കെ പൂർണ്ണമായി അവഗണിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫ്രഞ്ച് എംബസിയും രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ ആരോപണങ്ങൾക്ക് ശക്തമായ പ്രതികരണവുമായി ബന്ധപ്പെട്ടവർ ഔദ്യോഗികമായി തന്നെ പ്രതികരിക്കുമ്പോഴും വരുന്ന തെരഞ്ഞെടുപ്പിൽ BJPയും നരേന്ദ്രമോദിയെയും പ്രതിരോധത്തിലാക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് കോൺഗ്രസ് നേതൃത്വം. റാഫേൽ ഇടപാടിനെ കുറിച്ചുള്ള കോൺഗ്രസിന്റെ അഴിമതി ആരോപണം എങ്ങും എത്താതെ പോയത് കോൺഗ്രസിന്റെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിക്കുകയാണെന്ന് BJP നേതൃത്വം പരിഹസിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.